വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ ഏവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി, വിടുതലായി, പുതിയ വെളിപ്പാടുകൾ നൽകുന്നതായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 9 തിരുവചനം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും എന്ന്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് ദൈവം നമുക്ക് മറുപടി നൽകും. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിലവിളിക്കുന്നവൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇങ്ങനെയൊരു വിടുതൽ, അഭിഷേകം, സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ, എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിലവിളിക്കുന്നവരുടെ മുമ്പിൽ ഉത്തരമരുളുന്ന, മറുപടിയുമായി കടന്നു വരുന്ന കർത്താവേ, ഇന്ന് എൻ്റെ മുൻപിലായിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അജ്ഞതകൾ മാറട്ടെ. ദൈവവചനം സ്വീകരിക്കുവാൻ, ശ്രവിക്കുവാൻ, കേൾക്കുവാൻ തക്ക വിധം അഭിഷേകത്തിൻ്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയിലെ അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീന ബന്ധനങ്ങൾ, കോട്ടകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, യേശുവിൻ്റെ രക്തത്താൽ അവരുടെ ചിന്തകളെ, ബുദ്ധിയെ, മനസ്സിനെ, വികാരങ്ങളെ എല്ലാം കഴുകുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ വെളിച്ചം അവിടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഹൃദയം ജ്വലിക്കുവാനും വചനം അനുസരിക്കുവാനും ഓ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഈ സമൂഹത്തിന് മേൽ നീ മഹത്വത്തോടെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ അഭിഷേക ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. വചനത്തിൻ്റെ അഗ്നി കത്തട്ടെ, വചനാഗ്നി കത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശു ജെറിക്കോവിലെത്തി. ആ പട്ടണത്തിൽ യേശു എത്തി. ആ പട്ടണത്തിൽ വന്നതിന് ശേഷം ആ പട്ടണം വിട്ട് യേശു അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അങ്ങനെ വലിയ തിരക്ക് പിടിച്ച് തിക്കിത്തിരക്കി ആ തെരുവീതിയിലൂടെ വലിയൊരു ജനക്കൂട്ടവും ശിഷ്യന്മാരും യേശുവും യാത്ര ചെയ്യുമ്പോൾ ആ വഴിവക്കിൽ പ്രിയമുള്ളവരെ അനേകം രോഗികൾ അവിടെ ഇരിപ്പുണ്ട്. പലവിധമായ രോഗത്തിൽ കഷ്ടപ്പെടുന്നവർ അവിടെ കിടക്കുക. അതിൻ്റെ ഇടയിൽ തിമയോസിൻ്റെ പുത്രനായ ബർത്തമായി എന്ന് പേരുള്ള ഒരു വ്യക്തി, ഒരു അന്ധയാചകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ബർത്തിമേസിന് കണ്ണടഞ്ഞിരിക്കുക, കണ്ണ് കാണാൻ മേല, പക്ഷെ ചെവി കേൾക്കാം. വലിയൊരു ജനാവലി, സംഭാഷണവും ശബ്ദവും ഒക്കെ എടുത്ത്, സംസാരങ്ങൾ എടുത്ത് ഇങ്ങനെ കടന്നു പോയപ്പോൾ അവന് മനസ്സിലായി, ഇത് വലിയൊരു ജാഥ പോവുകയാണല്ലോ, വലിയൊരു റാലി പോവുകയാണോ, വലിയൊരു ജനക്കൂട്ടം കടന്നു പോവുകയാണല്ലോ. എന്താ വിശേഷം, എന്താ കാരണം? ഈ ബർത്തിമീസ് അടുത്തുണ്ടായിരുന്നവരോട് അന്വേഷിച്ചു, കൂടെ ഉണ്ടായിരുന്നവരോട് അന്വേഷിച്ചു, എന്താ സംഭവം, ഇത് ആരാ പോകുന്നത്? അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അവര് ഇങ്ങനെ ബർത്തിമേയോട് പറഞ്ഞു, ഇത് നസ്രത്തുകാരനായ യേശുവാണ് ഇതുവഴി പോകുന്നത് എന്ന്. പ്രൈസ് ദി ലോർഡ്. നസ്രേനായ യേശുവാണ് ഇതുവഴി പോകുന്നത്. ഇത് കേട്ട മാത്രയിൽ ബർത്തിമേസ് ഇതാ വിളിക്കുക, ദാവീദിന്റെ പുത്ര യേശുവേ, എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന്. യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഈ ബർത്തിമേസ് എന്ത് ചെയ്തു? അവന് കണ്ണ് കാണാൻ പാടില്ല, എങ്കിലും അവൻ ഉറക്കെ നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക, ദാവീദിന്റെ പുത്ര യേശുവേ, എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന്. പ്രിയ സ്നേഹിതരെ, പ്രിയ അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഒഴിവ് കഴിവുകൾ പാടില്ല. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണോ? ഒരനുഗ്രഹം ആവശ്യമാണോ? നിങ്ങളുടെ കുടുംബം, തലമുറ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമോ? പാപത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിന്റെ കുടുംബവും വ്യക്തികളും വിടുതൽ പ്രാപിക്കണമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. എനിക്ക് കഴിവില്ല, പറ്റിയേല എന്ന് പറയരുത്. എനിക്കത് അറിയാൻ മേല എന്ന് പറയരുത്. ബർത്തിമേസിന് കണ്ണ് കാണാൻ പാടില്ല, പക്ഷേ അവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു. നാവിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവൻ ആ അവയവം അവൻ ഉപയോഗിച്ചു. അവന് ചെയ്യാൻ പറ്റുന്നത് അവൻ ചെയ്തു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വീക്കായിരിക്കാം, പക്ഷേ മറ്റേ കാര്യത്തിൽ നിങ്ങൾ ആ കഴിവ് ഉപയോഗിച്ച് ദൈവത്തിലേക്ക് കടന്നു വരണം. യേശുവിനെ വിളിക്കണം. ബർത്തിമേസ് എന്ത് ചെയ്തു? ഉറക്കെ അവൻ നിലവിളിച്ചു, യേശുവേ, എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന്. ഇങ്ങനെ നിലവിളിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, മിണ്ടാതിരടാ, ഷട്ട് അപ്പ്,
ആരാ കൂടെയുള്ളവർ? ഇവനെ പോലെ തന്നെ വേറെ പല ഭിക്ഷക്കാരും ഇരിപ്പുണ്ട്. അവർക്ക് ചിലപ്പോൾ ചെവി കേൾക്കാം, ചിലക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തവരായിരിക്കാം, ചിലക്ക് കുഷ്ഠരോഗം പിടിപെട്ടവരായിരിക്കാം, മറ്റ് അംഗവൈകല്യങ്ങളുള്ളവരായിരിക്കാം. അപ്പോൾ മറ്റ് കൂടെയുണ്ടായിരുന്ന ഇവൻ്റെ സഹസ്നേഹിതരായി കൂടെയുണ്ടായിരുന്ന വേറെ ഭിക്ഷക്കാരൊക്കെ പറഞ്ഞു, മിണ്ടാതിരടാ, ഷട്ട്, നമ്മുടെ സ്റ്റാറ്റസ് കളയരുത്, നമുക്കൊരു നിലയും വിലയുണ്ട്. നമ്മൾ ഭിക്ഷക്കാരാണെങ്കിലും പിച്ചപ്പാത്ര കയ്യിലെങ്കിലും വഴിവക്കിലാ കിടക്കുന്നെങ്കിലും എടാ നമുക്ക് നിലയും വിലയുണ്ട്. അത് കളഞ്ഞിട്ട് വളരെ മോശം അത് കളയുന്നത്. അതുകൊണ്ട് നീ സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഇങ്ങനെ അയ്യോ ബാവേ നിലവിളിക്കരുത്. നീ ഇന്ന് ഇതുപോലെയാ അനേകരും തകർച്ചയുടെ നെല്ലിപ്പലക അവർ കാണുന്ന സമയത്തും ദൈവമേ എന്ന് വിളിക്കുകയില്ല. കുടുംബം ഒന്നിനൊന്ന് തകർന്നുകൊണ്ടിരിക്കുക. അപ്പോഴും പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ഹല്ലേലൂയ വേണ്ട, ധ്യാനം വേണ്ട, ഇതൊന്നും വേണ്ട. പലർക്കും ആത്മഹത്യയുടെ വക്കീല, കടബാധ്യതയുടെ അങ്ങേയറ്റത്തെ വക്കീല പലരും കഴിയുന്നത്. ഡിവോഴ്സിൻ്റെ അവസ്ഥയിൽ കഴുകിയ പലരും. രോഗം അങ്ങേയറ്റത്തെ മൂർച്ഛിച്ചു, എന്നിട്ടും ഒന്ന് കുമ്പസാരിക്കാനോ ആ അവസരത്തിലെങ്കിലും ഒന്ന് ധ്യാനം കൂടാനോ ദൈവമേ എന്ന് വിളിക്കാനോ ചിലർക്ക് പറ്റുന്നില്ല. അവർക്ക് വേണ്ട ഓക്കാനമാ, അവർക്ക് വേണ്ട യേശു. പ്രിയ സഹോദര സഹോദരി, നീ ദുരഭിമാനം വെടിയുക, നീ ദുരഭിമാനം വെടിയുക. നീ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കരുത്. നീ യേശുവിലേക്ക് വാ, യേശുവിനെ വിളിക്ക്. അവൻ്റെ പകൽ നിനക്കുള്ള സൗഖ്യം ഇരിപ്പുണ്ട്. തൻ്റെ കൂടെയുണ്ടായിരുന്ന ആ സ്നേഹിതര് മിണ്ടാതിരടാ എന്ന് പറഞ്ഞപ്പോഴും പ്രിയമുള്ളവരെ, ഈ ബർത്തിമേസ് മിണ്ടാതിരുന്നില്ല. നമ്മൾ അവനെ കണ്ട് പഠിക്കണം. അവൻ മറ്റുള്ളവരിലേക്ക് നോക്കിയില്ല, സാഹചര്യങ്ങളിലേക്ക് നോക്കിയില്ല, കൂട്ടുകാരുടെ അഭിപ്രായങ്ങളിലേക്ക് നോക്കിയില്ല. അവൻ എന്ത് ചെയ്തു? ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ മുൻപ് വിളിച്ചതിനേക്കാൾ കുറെ കൂടെ ഉച്ചത്തിൽ, കുറെ കൂടെ കൂടുതൽ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത്. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നീ പ്രാധാന്യം കൊടുക്കരുത്. നിന്റെ കൂട്ടുകാരും സ്നേഹിതരും ലോകത്തിലുള്ള മനുഷ്യരും നിന്നോട് പറയുന്നതിന് നീ ചെവി കൊടുത്താൽ, അവര് പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് വിടുതൽ കിട്ടുകയില്ല, നിനക്ക് ഉയർച്ച ഉണ്ടാകുകയില്ല. അവൻ എന്തു ചെയ്തു? മറ്റുള്ളവരുടെ വാക്കിനെ വിസ്മരിച്ച് മറന്ന് അവഗണിച്ചിട്ട് ഇവൻ തൻ്റെ യേശുവിനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഇന്ന് അനേക വിശ്വാസികളെ വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ്. സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം യേശുവിൽ വളരുവാൻ, യേശുവിനെ വിളിക്കുവാൻ, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ, അഭിഷേകത്തിൽ വളരുവാൻ, കൂദാശകളിൽ വളരുവാൻ ഇന്ന് പലരെയും മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സമായി പുറകോട്ട് വലിക്കുന്ന ശക്തിയാണ് സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾ. അവരുടെ പരിഹാസം, അവരുടെ നിന്ദനങ്ങൾ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് ഏതൊരു ആത്മീയമായി വളരാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകും. നീ അവിടെ വെറുതെ ഇരുന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. വഴിവക്കിലായി ഇരിക്കുന്നതെങ്കിലും, പിച്ചക്കാരനായിട്ടാണ് നീ നടക്കുന്നതെങ്കിലും, എത്ര തെണ്ടി തിരിഞ്ഞ് നീ നടന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? എന്നാൽ ആര് ഒരുത്തൻ യേശുവിനെ വിളിക്കാൻ തുടങ്ങുന്നു,
യേശുവിനെ വിളിക്കാൻ തുടങ്ങുന്ന അവൻ്റെ മേൽ ബ്ലോക്ക് ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. വേണ്ട വേണ്ട, മിണ്ടായിരുന്നേച്ചാൽ മതി, അടുങ്ങിയിരുന്നേച്ചാൽ മതി. യേശുവിനെ വിളിക്കുന്നവന് മാത്രമേ എതിർപ്പുകൾ ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആദ്യം ആരംഭിക്കുക നിന്റെ കുടുംബത്തിലായിരിക്കും, ആദ്യം ആരംഭിക്കുക നിന്റെ കൂട്ടുകാരിൽ നിന്നായിരിക്കും. എതിർപ്പുകൾ, പരിഹാസങ്ങൾ, നിന്ദനങ്ങൾ. ഇങ്ങനെയുള്ള നിന്ദനങ്ങളും പരിഹാസങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോഴാണ് ഇതാ തീരുമാനമെടുത്തവരെല്ലാം പുറകോട്ട് മാറിപ്പോകുന്നത്. ധ്യാനം പലതുകൂടി തീരുമാനമെടുത്തു, പിന്നിലേക്കില്ല ഇനി അല്പവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോരുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലോ ഇടവയിലോ കൂട്ടുകാരുടെ ഇടയിലോ വന്നു കഴിയുമ്പോൾ, അവരുടെ നിരുത്സാഹപ്പെടുത്തൽ പരിഹാസങ്ങൾ കേട്ട് കഴിയുമ്പോൾ, അവരുടെ സമ്മർദ്ദങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്നു, നമ്മൾ പുറകോട്ട് വലിയുന്നു. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുടെ മേൽ നമുക്കൊരു ജയം ആവശ്യമാണ്. ഈ ജയമില്ലെങ്കിൽ ഒരു ജയജീവിതം യേശുവിനോടൊപ്പം നിങ്ങൾക്ക് നയിക്കാൻ പറ്റുകയില്ല. ബർത്തിമേയുസ് സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് അവൻ ആദ്യം വിട്ടുതൽ പ്രാപിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് അവൻ കൂടുതൽ ഉച്ചത്തിൽ യേശുവേ ദാവീദിന്റെ പുത്രാ എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ദിവസവും പള്ളിയിൽ പോകുമ്പോൾ, ഹല്ലേലൂയ പറയുമ്പോൾ, എപ്പോഴും പാട്ടുപാടി നടക്കുമ്പോൾ, മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങളെ നോക്കി പറയുന്നത് കേട്ടോണ്ടിരിക്കരുത്. അവരെന്തെങ്കിലും പറയുന്നത് ഓർത്ത് സങ്കടപ്പെട്ട് വിഷമിച്ച് നീ പുറകോട്ട് പോകരുത്. അവരുടെ വാക്ക് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ചെയ്യാനുള്ളോ നീ ചെയ്യുക, എങ്കിൽ വിടുതൽ നിനക്കുണ്ട്. എന്തു സംഭവിച്ചു? ഇവൻ്റെ നിലവിളി യേശു കേട്ടു. ബൈബിൾ എഴുതിയിരിക്കുന്നു, യേശു പെട്ടെന്ന് അവിടെ നിന്നു. യേശു പെട്ടെന്ന് അവിടെ നിന്നു. വലിയൊരു യാത്ര മുന്നോട്ട് പോകുക, വലിയൊരു സമൂഹമുണ്ട്, വലിയൊരു ജാഥ പോകുന്നത് പോലെയാണ് ധരിക്കുക. വലിയ മന്ത്രിമാർ പോകുമ്പോൾ, MLA മാർ, പാർട്ടി പ്രവർത്തകർ, മറ്റ് അണികൾ, അത് കാണാൻ ആൾക്കാർ ഒക്കെ പോകുന്നത് പോലെ യേശുവിൻ്റെ കൂടെ ഇതാ ശിഷ്യന്മാർ, വേറെ 72 ശിഷ്യന്മാർ, പ്രമാണിമാർ, പരീശന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ജനക്കൂട്ടം, രോഗികൾ, വലിയൊരു സമൂഹം പോകുക. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് യേശു പെട്ടെന്ന് അവിടെ നിൽക്കുക. ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായില്ല. ശിഷ്യന്മാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ എന്നാ പറ്റി ഗുരുവിന് എന്നാ പറ്റി പെട്ടെന്ന് നിന്നു പോയത്. ശിഷ്യന്മാർ നിന്നപ്പോൾ അതിൻ്റെ പുറയിലുള്ളവരും അവരും കാര്യം അറിയാതെ അവർ നിന്നു. അവർ നിന്ന് കഴിഞ്ഞപ്പോൾ പുറയിലുള്ള ജനക്കൂട്ടം എല്ലാവരും സ്തംഭിച്ച് ആ വലിയ തെരുവീതിയിൽ ഒറ്റ നിപ്പ. എന്താ കാര്യമൊന്നും ആർക്കും അറിയാൻ മേല. എന്താ കാരണം? യേശു അവിടെ നിന്നു. യേശുവിനെ നിർത്തിക്കളഞ്ഞത് എന്താണെന്നറിയാവോ? ഒരു പാവപ്പെട്ടവൻ്റെ നിലവിളി, ഒരു പിച്ചക്കാരൻ്റെ നിലവിളി. വഴിയറമ്പിലിരുന്ന ഒരു അന്ധനായ ബർത്തിമേയുസിന്റെ പിച്ചപാത്രം കൈപ്പിടിച്ചുകൊണ്ടുണ്ടായിരുന്ന ആ പിച്ചക്കാരൻ്റെ നിലവിളി നമ്മുടെ യേശുവിനെ നിർത്തിക്കളഞ്ഞുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരി, പ്രിയമുള്ളവരെ, അമ്മച്ചി അപ്പച്ച, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ യേശുവിനെ വിളിച്ചാൽ, നിങ്ങൾ എവിടെയായിരുന്നോട്ടെ അവിടെ ഇരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിന്റെ മുൻപിൽ നിൽക്കും. യേശു ബിസിയായിട്ട് പോകുകയില്ല. എത്ര തിരക്കുള്ളവനാണെങ്കിലും നിന്റെ നിലവിളിക്ക് മുൻപിൽ ഞാൻ ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഇതാ ഞാനെന്ന് മറുപടി നൽകുവാൻ യേശു നിന്റെ മുൻപിൽ നിൽക്കും. യേശുവിനെ നിർത്തിക്കളഞ്ഞ വിളി നിന്നുണ്ടാകണം. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡർ വലിയവരായിരിക്കാം, ധ്യാനഗുരു വലിയവരായിരിക്കാം, ഒരുപക്ഷെ വികാരിയത്തിന് തിരക്കായതുകൊണ്ട് നീ വിളിച്ചാൽ വലിയവരായിരിക്കാം. എന്നാൽ നീ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിന്റെ മുൻപിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നിർത്തിക്കളഞ്ഞത് എന്താ? ഒരു പാവപ്പെട്ടവൻ്റെ നിലവിളി. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിലായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവരായിരിക്കോട്ടെ, ഉന്നതിയിലായിരിക്കോട്ടെ, നീ യേശുവേ എന്ന് വിളിച്ചാൽ ഹൃദയം തകർന്നുള്ള നിലവിളിക്ക് മുമ്പിൽ നിന്റെ മുൻപിൽ നിൽക്കും. ആരുടെ മുമ്പിലാണ് യേശു നിൽക്കുന്നത്? വിളിക്കുന്നവൻ്റെ മുൻപിൽ. വേറെ ഭിക്ഷക്കാർ അവിടെ ഉണ്ടായിരുന്നു.
അനേക ഭിക്ഷക്കാരോടെ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയും മുമ്പിൽ നിന്നില്ല. പിന്നെ എന്തുകൊണ്ട് നിന്നില്ല? അവരാരും വിളിച്ചില്ല. ആരുടെ മുമ്പിലാണ് യേശു നിന്നത്? വിളിച്ചവന്റെ മുൻപിൽ യേശു നിൽക്കും. അതുകൊണ്ട് ആവശ്യക്കാരാ, യേശുവിനെ കൊണ്ട് നിനക്കൊരാവശ്യമുണ്ടെങ്കിൽ, യേശു നിന്റെ കുടുംബത്തിൽ ഇടപെടണം, നിന്റെ ജീവിതത്തിൽ ഇടപെടണം, നിന്റെ പ്രവർത്തന മേഖലകളിൽ യേശുവിനെ കൊണ്ടൊരു ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക്. നിന്റെ അപ്പൻ വിളിച്ചില്ലേലും നീ വിളിക്ക്, സഹോദരങ്ങൾ വിളിച്ചില്ലേലും നീ വിളിക്ക്, കൂട്ടുകാർ വിളിച്ചില്ലേലും നീ വിളിക്ക്. നീ വിളിച്ചാൽ യേശു നിന്റെ മുൻപിൽ നിൽക്കും. യെസ്, ആമേൻ, ഹല്ലേലൂയ. യേശു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുക, അവനെ വിളിക്കുക. ആരെ വിളിക്കുക? എന്നെ വിളിച്ചവനെ വിളിക്കുക. എത്രയോ മനോഹരമായ ഒരു വചനമാണ്, എത്രയോ പ്രോത്സാഹജനമായ ഒരു വചനമാത്. അവനെ വിളിക്കുക. ആരെ? ഈ ബർത്തിമേസിനെ വിളിക്കാൻ യേശു ശിഷ്യന്മാരോട് പറയുക. പ്രിയമുള്ളവരെ, യേശു ആരെയാ വിളിക്കുന്നതെന്നറിയാവോ? പേര് ചൊല്ലി വിളിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ തെരുവിൽ എന്തേരം ആൾക്കാരാ, 100 കണക്കിന് ആൾക്കാർ തിക്കി തിരക്കി വലിയൊരു ജനാവലിയോടുകൂടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ യേശു അവിടെ നിന്നിട്ട് ശിഷ്യന്മാരോട്, തൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, അവനെ ഇങ്ങോട്ട് വിളിച്ച്. ആരാ? ആ വഴിയറമ്പിലിരുന്ന് പിച്ചപാത്രമായിട്ട് വഴിയറമ്പിൽ കിടക്കുന്ന നിലവിളിക്കുന്ന ഒരു അന്ധനുണ്ടല്ലോ, അവനെ ഇങ്ങോട്ട് വിളിക്കാൻ. അവന് കിട്ടിയ യോഗ്യത ഒന്ന് കണ്ടേ. എത്ര മാന്യനായി സമൂഹത്തിനു മുമ്പിൽ അവൻ മാറ്റപ്പെട്ടു. യേശു ആരെയാ വിളിക്കുന്നറിയാവോ? യേശുവിനെ വിളിക്കുന്നവരെ യേശു ഇന്ന് വിളിക്കും. കൈയും കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ, കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുക, ചെല്ലു പ്രാർത്ഥിക്കുക, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ചെല്ലു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പുറകിലാണ് നിൽക്കുന്നത്, കാഴ്ച കാണാൻ പോവുകയാണ്. വാ തുറന്ന് ഒരു വാക്ക് പറയാൻ അറിയാൻ മേല നിലവിളിക്കുകയല്ല. യേശുവിനെ വിളിക്കുന്നവരെ യേശു വിളിക്കും. യേശുവിനെ ആരാ വിളിക്കുന്നത്? അവനെ യേശു വിളിക്കും. ഹല്ലേലൂയ. എത്രയോ പ്രത്യാശ നൽകുന്ന വചനമാണത്. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണോ? യേശു നിന്നെ വിളിക്കണോ? പ്രിയ സഹോദര സഹോദരി, പ്രിയ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ, യേശു നിങ്ങളെയും വിളിക്കുവാൻ ആഗ്രഹിക്കുക. യേശു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു. എന്തിനാ?